ഹലോ ഗൈസ്, നമുക്കിന്നൊരു വറ്റമീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി കണ്ടാലോ. ആദ്യം തന്നെ ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു 5-8 ഉലുവ ഇട്ട് കൊടുക്കാം. ആ ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു വലിയ പച്ചമുളകായിരുന്നു എൻ്റെ കയ്യിലിരുന്നത്. അതുകൊണ്ട് ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അത് 4ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അത് നന്നായി വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോഴേ കുറച്ച് ഉപ്പിടും. അപ്പം നമുക്കത് പെട്ടെന്ന് വാടിക്കിട്ടാൻ സഹായിക്കും. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. കറിവേപ്പില കൊണ്ട് ഇട്ടാൽ അത്രയും കൂടെ ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടുന്നത് കാണിക്കാത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇട്ടോണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും കൂടെ ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പൊടികളുടെ കൂട്ടൊന്ന് മിക്സായി വരാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതെല്ലാം കൂടെ നമുക്ക് മിക്സാക്കി ഒന്ന് റെഡിയാക്കി കഴിയുമ്പോൾ അരപ്പിന് ആവശ്യമായിട്ടുള്ള ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കറി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഈ വറ്റമീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ എത്ര ഇതാണെന്ന് പറഞ്ഞാൽ അതിലോട്ടൊരു മസാല ഒന്നും ഇറങ്ങിച്ചെല്ലാത്തൊരു മീനാണ്. എല്ലാവർക്കും അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളതിൽ കുറച്ച് മസാലയും കൂടെ പുരട്ടി മീൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിലേക്ക് ടേസ്റ്റൊക്കെ കിട്ടും. ഒരെരിവും ഇതൊക്കെ നമുക്ക് മീനിൻ്റെ ഉള്ളിലേക്കും കൂടെ കിട്ടും. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അത് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് അരപ്പ് തിളക്കുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ദേ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കുത്തി ഇളക്കരുത്. ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതാക്കി ഇളക്കി കൊടുക്കാവുള്ളത് കേട്ടോ. അപ്പം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് മൂടി വെച്ച് കുറച്ച് സമയം കൂടെ അതൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ ഇപ്പം എല്ലാ മീൻ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് സമയം അത് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് അതിന് ശേഷം മീൻ കറി നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് മുകളിലായിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കറി മൂടി വെക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.